ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഒരു കപ്പ് പാലും ഒരു കപ്പ് റവയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 1-2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ റവ എടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഒരു 10-20 മിനിറ്റ് അടച്ചു വയ്ക്കാം. റവ നല്ലതുപോലെ കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഈ പലഹാരം തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഈ ബൗളിലാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഈ ബൗളിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-2 ടീസ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങയും ശർക്കരയും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് റവയുടെ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ശർക്കര ചീകിയതും കൂടെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്കിനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ബൗളും വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഈ സ്റ്റിക്കെല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്